പെർസെൻറ്റേജിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓടിവായു മക്കളെ, എൻ്റെ പേര് ജോസ് കാപ്പൻ. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ മിസ്സാവാതിരിക്കാൻ മസ്റ്റായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടർച്ചയായിട്ടുള്ള പഠനമാണ് നമ്മൾ മാത്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ടോപ്പിക്ക് തീർത്ത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് അല്ലേ, അങ്ങനെ വൃത്തിയായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വൃത്തിയായിട്ട് ഒരിടത്തും ക്ലാസ് കിട്ടില്ല, ഒരു പെയ്ഡ് സ്ഥലങ്ങളിലും കിട്ടില്ല. യെസ്, അത് ആണ് എൻ്റെ ഗ്യാരണ്ടി. വൃത്തിയായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക. നമ്മൾ ഇന്ന് മക്കളെ പെർസെൻറ്റേജിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത്. 5 എണ്ണം ഓൾറെഡി കഴിഞ്ഞല്ലോ. അത് 5 എണ്ണത്തിലായിട്ട് കുറേ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തു. ഏകദേശം 10 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 11ാമത്തെ ടൈപ്പാണ്. യെസ്, ഇതിനൊരു സ്റ്റാർ കൊടുത്തേരെ, കാരണം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ചോദ്യം വായിക്കാം. ഒരു ബുക്കിൻ്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം വീണ്ടും 10% വർദ്ധിപ്പിച്ചാൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനം? അപ്പോൾ ഒരു ബുക്കിൻ്റെ വില ആദ്യം എന്ത് ചെയ്തു മക്കളെ? ബുക്കിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു, ശരിയാണോ? വീണ്ടും അതിൻ്റെ വില 10% വർദ്ധിപ്പിച്ചു അല്ലേ? വീണ്ടും 10% വർദ്ധിപ്പിച്ചു എങ്കിൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനമായിരിക്കും എന്നതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ. ആദ്യം ഒരു 20ഉം പിന്നെ ഒരു 10% വർദ്ധിപ്പിച്ചാൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനം? ഈ ചോദ്യം ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, സാറേ ഇതെന്ത് സിമ്പിൾ ചോദ്യം, ആദ്യം ഒരു 20ഉം പിന്നെ ഒരു 10ഉം വർദ്ധിപ്പിച്ചാൽ ആകെ 30% വർദ്ധിക്കില്ലേ വില എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്ന് വിചാരിക്കും. അപ്പം ആദ്യം ഒരു 20ഉം പിന്നെ ഒരു 10ഉം വർദ്ധിപ്പിച്ചാൽ ആകെ 30% വർദ്ധിക്കും എന്ന് ഉത്തരം എഴുതി വെക്കും. പക്ഷേ അത് തെറ്റാണ്. ആദ്യം 20 വർദ്ധിപ്പിച്ച് പിന്നെ 10 വർദ്ധിപ്പിച്ചാൽ ആകെ 30% അല്ല വർദ്ധിക്കുന്നത്. അത്രയും വർദ്ധിക്കുമോ, അതതിൽ കുറവാണോ, അതിൽ കൂടുതലാണോ എന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം 3 മെത്തേഡുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേത് നമ്മുടെ മെത്തേഡ് 1 ആണ്. മെത്തേഡ് 1, ആദ്യത്തെ മെത്തേഡ് കേട്ടു. ആദ്യത്തെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ വില എടുത്താൽ ചെയ്യുന്നത്. അതായത് ഒരു സാധനത്തിൻ്റെ വില 20% വർദ്ധിപ്പിച്ചു, വീണ്ടും 10% വർദ്ധിപ്പിച്ചു, ആകെ വില എത്ര ശതമാനം വർദ്ധിക്കും എന്നതല്ലേ ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ കോസ്റ്റ് പ്രൈസ് 100 രൂപ എന്നെടുത്തു. ഒരു സാധനത്തിൻ്റെ വില എത്ര രൂപയാണ്? 100 രൂപ. ഓക്കെ, അപ്പം ഇങ്ങനൊരു എക്സാമ്പിൾ വിലയെടുത്ത് ഈ കണക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 രൂപയുള്ള ഒരു സാധനം, ഇതിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നേ. 20% വില വർദ്ധിപ്പിച്ചാൽ 100 രൂപയുടെ സാധനത്തിൻ്റെ വില 20% വർദ്ധിപ്പിച്ചാൽ 120 രൂപയായിട്ട് മാറും പുതിയ വില, ശരിയാണോ? 100ൻ്റെ 20% 20 രൂപയാണ്. 20% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 20 രൂപ വർദ്ധിപ്പിക്കുക എന്ന് അർത്ഥം. അപ്പം 100 രൂപ വിലയുള്ള സാധനത്തിൻ്റെ വില 20% വർദ്ധിപ്പിച്ചാൽ 120 രൂപയാണ്. ഓക്കെ, വീണ്ടും ഒരു 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഈ വീണ്ടും 10% വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ വില 120 രൂപയായിട്ടുണ്ട്, ആണോ? ഇപ്പോൾ വില 120 ആണോ? വീണ്ടും 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 120ൻ്റെ 10% വർദ്ധിപ്പിച്ചു എന്നാണ്. 120ൻ്റെ 10% 12 രൂപയാണ്. വീണ്ടും 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 12 രൂപ വർദ്ധിപ്പിച്ചു എന്നർത്ഥം. അപ്പം 120 + 12, അതായത് 132 രൂപയായി ഇപ്പോൾ വില എന്ന് മനസ്സിലാക്കാം. അതായത് ആദ്യം എത്ര ശതമാനം വർദ്ധിപ്പിച്ചു മക്കളെ? ആദ്യം 20% വർദ്ധിപ്പിച്ചു. അപ്പം 100 രൂപ വിലയുള്ള സാധനത്തിൻ്റെ വില 120 രൂപയായി. ഇപ്പോൾ വില 120. പിന്നെ 10% വർദ്ധിപ്പിക്കുന്നത് 120ൽ നിന്നാണ്. 120ൻ്റെ 10% 12 രൂപയാണ്. 12 രൂപ വർദ്ധിപ്പിച്ചാൽ 120 + 12 132 രൂപയായി. കണ്ടോ നിങ്ങൾ? അപ്പം 100 രൂപയുടെ സാധനത്തിൻ്റെ ഇപ്പോഴത്തെ വില 132 രൂപയാണ്. അതായത് 32% വർധനമാണ് ഉണ്ടായേക്കുന്നത്.
30% ആയിരുന്നു വർധനവെങ്കിൽ 100 രൂപയുടെ സാധനം 130 രൂപയായി മാറേണ്ടതാണ്. ഇവിടെ 100 രൂപയുടെ സാധനം 132 രൂപയായി ഇപ്പം. അപ്പം 32% വർദ്ധിച്ചു. അപ്പം മനസ്സിലാക്കുക, ആദ്യം ഒരു 20ഉം പിന്നെ ഒരു 10% വർദ്ധിപ്പിച്ചാൽ ആകെ 32% വർദ്ധിക്കും. ആകെ 32% വർദ്ധിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതാണ് ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. അതായത് 100 രൂപയുടെ ബേസിൽ കണക്ക് ചെയ്യാം. ചെയ്തതൊന്നുകൂടെ പറയട്ടെ. ഒരു സാധനത്തിൻ്റെ വില 100 രൂപ എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. ആദ്യം 20% വില വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 120 രൂപയായിട്ട് മാറി. പിന്നെ 10% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 120 നിന്നാണ് 10% വർദ്ധിക്കുന്നത്. 120ൻ്റെ 10% 12 രൂപയാണ്. 12 രൂപ വർദ്ധിച്ചു എന്നർത്ഥം. 120ൻ്റെ കൂടെ 12 വർദ്ധിച്ചാൽ 132 രൂപയാകും. അപ്പം 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിൻ്റെ വില ഇപ്പം 132 രൂപയായി. 32% ആകെ വർദ്ധിച്ചത്. അപ്പം ആദ്യം ഒരു 20ഉം പിന്നെ ഒരു 10ഉം വർദ്ധിച്ചാൽ ആകെ 32% വർദ്ധിക്കും. ഇതൊരു മെത്തേഡ്. പക്ഷെ ഇത് എല്ലായ്പ്പോഴും അത്ര എളുപ്പമാവണമെന്നില്ല. ഇത് ആക്ച്വലി മനസ്സിലാവാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട് ചെയ്യാൻ. അതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. നമുക്കതിന് മെത്തേഡ് 2 എന്ന് പറയാം. മെത്തേഡ് 2, സെക്കൻഡ് മെത്തേഡ് 2. ഓക്കെ, സെക്കൻഡ് മെത്തേഡാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, ആദ്യം 20% വർദ്ധിപ്പിച്ചു എന്നും പിന്നെ 10% വർദ്ധിപ്പിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആകെ എത്ര ശതമാനം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ വർദ്ധിക്കും എന്നതാണ് ചോദ്യം. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം 20% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പം അതിനെ 100നോട് കൂട്ടി 120/100 എന്ന് എഴുതണം. ഇൻറ്റു 10% വർദ്ധിച്ചു എന്ന് പറയുമ്പം 100നോട് കൂട്ടി 110/100 എന്ന് എഴുതണം. ചെയ്ത രീതി ക്ലിയർ അല്ലേ? വർദ്ധിക്കുമായതുകൊണ്ട് 100നോട് കൂട്ടി പറയണം. 20% വർദ്ധിച്ചു എന്നായതുകൊണ്ട് 120/100, 10% വർദ്ധിച്ചു എന്നായതുകൊണ്ട് 110/100. ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ടത് ഇതിലെ ഒരു 100 വെട്ടിക്കളയരുത്. ബാക്കിയുള്ളതെല്ലാം വെട്ടിച്ചെറുതാക്കണം. എല്ലാ കണക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു 100 വെട്ടാതിടുക, ബാക്കിയുള്ളതെല്ലാം വെട്ടിച്ചെറുതാക്കുക. അങ്ങനെ വെട്ടിക്കളയുമ്പം 12 × 11 132 എന്ന് വരും മുകളിൽ. താഴെ നമ്മൾ വെട്ടിക്കളയാത്ത 100ഉം വരും. ഈ 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അത് ഉത്തരം. 32 കൂടുതലാണ്. സോ ആൻസർ 32% എന്ന് കിട്ടും. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഒരു മെത്തേഡായിട്ട് കാണാതെ പഠിക്കുക. ഇവിടെ ലോജിക്ക് ഉപയോഗിക്കരുത്. ലോജിക്ക് വെച്ച് ചെയ്ത കണക്ക് തൊട്ട് മുമ്പ് ചെയ്ത രീതിയാണ്. മെത്തേഡ് 1 ആണ് ലോജിക്ക് വെച്ച് ചെയ്തത്. ഇവിടെ ലോജിക്കല്ല, ഒരു മെത്തേഡായിട്ട് അങ്ങ് പഠിക്കുവാണ്. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്ന് പഠിച്ചു വെക്കുക. അവിടെ ലോജിക്കില്ല. കേൾക്കണുണ്ടോ? യെസ്. ചെയ്യേണ്ട രീതി 20% വർദ്ധിപ്പിച്ചു എന്നായതുകൊണ്ട് 120/100 എന്ന് എഴുതുക. 10% വർദ്ധിപ്പിച്ചു എന്നായതുകൊണ്ട് 110/100 എന്ന് എഴുതുക. ഒരു 100 വെട്ടിക്കളയുകയേ ചെയ്യരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. എന്നിട്ട് ഗുണിക്കുമ്പോൾ 132/100 എന്ന് വന്നു. ഈ നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ താഴെ ഒരു 100 വേണം. അതുകൊണ്ടാണ് ഈ 100 വെട്ടിക്കളയാത്തത്. 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അതാണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. 100നേക്കാൾ 32 കൂടുതലാണ്. സോ നമ്മുടെ ആൻസർ 32% എന്ന് വരും. 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അതാണ് ഉത്തരവായിട്ട് വരുന്നത്. 100നേക്കാൾ 32 കൂടുതലാണ്. സോ 32% വർദ്ധിക്കും എന്ന് മനസ്സിലാക്കാം. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ക്ലിയർ ആണോ? എങ്കിൽ നമ്മൾ ഇനി പഠിക്കും തേർഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ ഇതാണ്: x + y + xy/100. ഇവിടെയും ലോജിക്ക് യൂസ് ചെയ്യുന്നില്ല, ഒരു മെത്തേഡ് കാണാതെ പഠിക്കുവാണ്. ഇക്വേഷൻ ഇതാണ്: x + y + xy/100. ഇത്തരം ചോദ്യങ്ങൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. x + y + xy/100 രണ്ടും കൂടുമല്ലേ. അപ്പോൾ എക്സിന് നമ്മൾ +20 എന്നുള്ള വില കൊടുക്കാം. കൂടുവായതുകൊണ്ട് പ്ലസ് സൈൻ കൊടുക്കണം, കുറയുവാണെങ്കിൽ മൈനസ് സൈൻ കൊടുക്കണം. വൈക്ക് നമുക്ക് +10 എന്നുള്ള വില കൊടുക്കാം. അപ്പോൾ എക്സ് +20, വൈ എന്ന് പറഞ്ഞാൽ +10. എക്സ് +20, വൈ +10. കാരണം രണ്ടും കൂടും, അപ്പോൾ രണ്ടിനും പ്ലസ് സൈൻ കൊടുക്കണം. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 + 10 +20 × 10 200/100. ക്ലിയർ ആണോ മക്കളെ? 30 കൂട്ടുമ്പോൾ 30 വരും, ശരിയല്ലേ? 30 + 200/100 2. ആൻസർ 32% എന്ന് വരും.
ഇത് ലാഭമാണ് അല്ലെങ്കിൽ വർധനമാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ചിഹ്നം നോക്കിയാൽ മതി. 32ന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് 32% വർദ്ധിക്കും എന്ന് മനസ്സിലാക്കാം. 32ന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് 32% വർദ്ധിക്കും എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ മക്കളെ? 32% വർദ്ധിക്കും, 32% വർദ്ധിക്കും എന്ന് മനസ്സിലാക്കാം. കണ്ടോ, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 കാണാതെ പഠിക്കുക. കൂടുന്നതിന് പ്ലസ് സൈൻ കൊടുക്കുക. ഇവിടെ എക്സും വൈയും കൂടുക, അപ്പോൾ രണ്ടും പ്ലസ് സൈൻ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സോൾവ് ചെയ്തു, പ്ലസ് 32 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം 32% വർദ്ധിക്കും. ഇതാണ് 3 മെത്തേഡുകൾ. അതിൽ കോമൺ ആയിട്ട് നമുക്ക് ഈ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എവിടെയെങ്കിലും സ്റ്റക്കായാൽ ഈ തേർഡ് മെത്തേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് വിട്ടേരെ, അത് ആക്ച്വലി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞോളൂ. കോമൺ ആയിട്ട് ഈ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യുക. ചിലപ്പോൾ സെക്കൻഡ് മെത്തേഡിൽ പോയിന്റ് ഒക്കെ വരുമ്പോൾ വെട്ടിച്ചെറുതാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ തേർഡ് മെത്തേഡ് യൂസ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് സ്റ്റക്കായി പോയാൽ തേർഡ് മെത്തേഡ് യൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ മക്കളെ? ശരി, നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ച ശേഷം വീണ്ടും 30% വർദ്ധിപ്പിച്ചാൽ വരുമാനത്തിലുണ്ടായ വർധനവ് ആകെ എത്ര ശതമാനം? ശരിയല്ലേ മക്കളെ? ആദ്യം 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ? പിന്നെ 30% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വരുമാനത്തിലുണ്ടായ വർധനവ് ആകെ എത്ര ശതമാനം എന്നല്ലേ ചോദ്യം. 10% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ 110/100 എന്ന് എഴുതുക. ഇൻറ്റു 30% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 130/100 എന്ന് എഴുതുക. കേൾക്കുന്നുണ്ടോ? 10% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 110/100, 30% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 130/100. ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കുക. ഇതും വെട്ടിപ്പോയി. 11 × 13 143 എന്ന് കിട്ടും. താഴെ നമ്മൾ വെട്ടിക്കളയാത്ത 100 വരും, ശരിയാണോ? ഈ 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ, അത് ഉത്തരം. 43 കൂടുതലാണ്. ആൻസർ 43% വർദ്ധിക്കും എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആദ്യം 10% വർദ്ധിപ്പിച്ച് പിന്നെ 30% വർദ്ധിപ്പിച്ചാൽ ആകെ 43% വർദ്ധിക്കും. ഇനി നമ്മുടെ ഇക്വേഷൻ ഉണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. എക്സ് പ്ലസ് 10, വൈ പ്ലസ് 30. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 300/100. ശരിയാണോ മക്കളെ? ഇതെത്രയാ? 40 അല്ലേ? പ്ലസ് 3 എത്ര കിട്ടി ആൻസർ? 43%. ചെയ്തത് പക്കയാണോ? 43%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. റെഡി അല്ലേ? ചെയ്തത് പക്കയാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വസ്തുവിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു, പിന്നെ 5% വർദ്ധിപ്പിച്ചു എങ്കിൽ ഇത് എത്ര ഒറ്റത്തവണ വർധനവിന് തുല്യമാണ്? അതായത് ആദ്യം 20 പിന്നെ 5 വർദ്ധിപ്പിച്ചാൽ ആകെ എത്ര ശതമാനം വർദ്ധിക്കുന്നു? ഓക്കെ, അപ്പം 20% ആദ്യം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? പിന്നെ 5% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ എത്ര ശതമാനം വർദ്ധിക്കുന്ന ചോദ്യം. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ചെയ്യുമ്പോൾ 120/100 അല്ലേ, ഇൻറ്റു 5% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 105/100 വരും. ചെയ്തത് വ്യക്തമല്ലേ? ഒരു 100 വെട്ടിക്കളയുന്നില്ല, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഓക്കെ, നമുക്ക് ഈ 100ഉം ഈ 120ഉം 20 വെച്ച് വെട്ടാം. ഇത് 6 തവണ, ഇത് 5 തവണ, ശരിയാണോ? 5ഉം 105ഉം വെട്ടിക്കളയാം. 21 ഇൻറ്റു 21 × 6 120, 126 എന്ന് കിട്ടും. 126/100 എന്ന് വരും അല്ലേ? 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ, അത് ഉത്തരം. 26 കൂടുതൽ. ആൻസർ 26% വർധനവ് തുല്യം. അതായത് ആദ്യം ഒരു 20ഉം പിന്നെ ഒരു 5ഉം വർദ്ധിച്ചാൽ അത് ഈ ഒറ്റത്തവണ വർധനവ് 26% ഒറ്റത്തവണ വർദ്ധിക്കുന്നതിന് തുല്യം. അല്ലെങ്കിൽ ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ചെയ്യാം. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. എക്സിന് 20 എന്നും വൈക്ക് 5 എന്നും വില കൊടുത്ത് ചെയ്താൽ മതി. 20 പ്ലസ് 5 രണ്ടും കൂടുമല്ലേ, അപ്പോൾ 2 പ്ലസ് 20 × 5 100/100 എന്ന് വരും അല്ലേ മക്കളെ? അപ്പോൾ 20 + 5 25 + 1 എന്ന് വരും. ആൻസർ 26 എന്ന് കിട്ടും ഉത്തരം. 26. ചെയ്തത് ക്ലിയർ ആണോ? പക്കയാണോ മക്കളെ? എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു സാധനത്തിൻ്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം
10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ 20% വർദ്ധിപ്പിച്ചു, പിന്നെ 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനമാണ്? അപ്പം 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 10% ഡിസ്കൗണ്ടിൽ വിറ്റാൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനമാണ് എന്നതാണ് ചോദ്യമേ. ഓക്കെ, നമുക്ക് നോക്കാം. 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? പിന്നെ 10% വില കുറച്ച് വിറ്റു എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനം എന്ന് കാണാം. 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 120/100 ആണ്. ആണോ? 10% കുറച്ചു എന്ന് പറഞ്ഞാൽ 90/100 ആണ്. കണ്ടോ? ആദ്യം 20% വില കൂട്ടി, പിന്നെ 10% ഡിസ്കൗണ്ടിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 10% വില കുറച്ച് വിറ്റു എന്നല്ലേ. 20% കൂട്ടിയിട്ട് 10% വില കുറച്ച് വിറ്റാൽ വിലയിലുണ്ടായ മാറ്റം എത്ര ശതമാനം? 20% വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ 120/100, 10% കുറച്ചു എന്ന് പറഞ്ഞാൽ 90/100. ഇനി മുമ്പേ ചെയ്യുന്ന പോലെ ഒരു 100 വെട്ടരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം, അല്ലേ മക്കളെ? 12 × 9 108 എന്ന് കിട്ടും. 108/100 എന്ന് വരും, ശരിയാണോ? സോ ആൻസർ 8% എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ 8% കൂടും എന്ന് കിട്ടും. ആണോ? നമുക്ക് ആൻസർ 108/100 എന്നല്ലേ വന്നേ, 100-നേക്കാൾ കൂടുതലല്ലേ മുകളിൽ. അപ്പോൾ 8% അവിടെ ലാഭം കിട്ടുന്നത്. 20% വർദ്ധിപ്പിച്ചിട്ട് 10% വില കുറച്ച് വിറ്റാൽ വിലയിലുണ്ടായ മാറ്റം 8% വർധനവുണ്ടാവും, അതായത് 8% ലാഭം ഉണ്ടാവും. എങ്ങനെ ലാഭം എന്ന് മനസ്സിലായി? ഇവിടെ 108 എന്നല്ലേ കിടക്കുന്നത്, 108/100 എന്നായതുകൊണ്ട് 8% ലാഭമാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി മക്കളെ എക്സ് പ്ലസ് വൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ചെയ്യാം. എക്സ് പ്ലസ് വൈ പ്ലസ് XY/100 ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. കൂടുന്നതിന് പ്ലസും കുറയുന്നതിന് മൈനസും കൊടുക്കണം. അപ്പോൾ എക്സിന് നമ്മൾ കൊടുക്കേണ്ട വില എത്രയാ? +20 ആണ്. ആണോ? വൈക്ക് നമ്മൾ കൊടുക്കേണ്ട വില എത്രയാ? -10. കാരണം വൈ കുറയുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, 20 - 10 എന്ന് വരും, അല്ലേ? എക്സും വൈയും കൂടെ ഗുണിക്കുമ്പോൾ 20 × 10 മൈനസ് എന്ന് വരും. ഒന്ന് പ്ലസും ഒന്ന് മൈനസും കൂടെ ഗുണിക്കുമ്പോൾ മൈനസ്. 20 × 10 200 വരും, ശരിയല്ലേ മക്കളെ? 200/100 എന്ന് വരും. ഇടയ്ക്ക് മൈനസ് വരാൻ കാര്യം മനസ്സിലായോ? കാരണം ഇത് പ്ലസ് ചിഹ്നമാണ്, ഇത് മൈനസ് ചിഹ്നമാണ്, തമ്മിൽ ഗുണിച്ചാൽ മൈനസേ വരത്തുള്ളൂ. അപ്പം -200/100. 20 ന്ന് 10 കുറച്ചാൽ 10 ആണ്. 10 - 2 എന്ന് വരും, കണ്ടോ? 8 എന്ന് കിട്ടും. 8% ലാഭം, പ്ലസ് ചിഹ്നമായതുകൊണ്ട് അവിടെ ലാഭം അല്ലെങ്കിൽ വർധനവ് എന്ന് മനസ്സിലാക്കാം. -8 എന്ന് വന്നാൽ 8% നഷ്ടം അല്ലെങ്കിൽ കുറവ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ പ്ലസ് വന്നുകൊണ്ട് വർധനവാണെന്ന് മനസ്സിലാക്കാം. റെഡി? ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഒരു സാധനത്തിൻ്റെ വില 30% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% കുറഞ്ഞാൽ വിലയിലുണ്ടായ മാറ്റം. 30% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 130/100, ശരിയാണോ? 20% കുറച്ചു എന്ന് പറഞ്ഞാൽ 80/100, അല്ലേ മക്കളെ? ഒരു 100 വെട്ടരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. സോ 13 × 8 അല്ലേ മുകളിൽ വരുന്നേ. 13 × 8 നമുക്ക് 104 എന്നാ വരുന്നേ, /100 എന്ന് വരും, ശരിയല്ലേ? 100-നേക്കാൾ 4 കൂടുതലല്ലേ മുകളിൽ. അതിൻ്റെ അർത്ഥം 4% വർധനവ്, കൂടുതൽ എന്നാണ്. അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ചെയ്യാം, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഒരു അലമാരയുടെ വില 50% വർദ്ധിപ്പിച്ച ശേഷം 20% കുറയ്ക്കുന്നുവെങ്കിൽ അലമാരിയുടെ വിലയിൽ എത്ര ശതമാനത്തിന് വ്യത്യാസം ഉണ്ടാകും? 50% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 150/100, ശരിയല്ലേ? 20% കുറച്ചു എന്ന് പറഞ്ഞാൽ 80/100. 50% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 150/100, 20% കുറച്ചു എന്ന് പറഞ്ഞാൽ 80/100. ഓക്കെ, ഒരു 100 വെട്ടരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഇതും വെട്ടിക്കളഞ്ഞു, ഇതും വെട്ടിക്കളഞ്ഞു. നമുക്ക് 15 × 8 120 എന്ന് കിട്ടും. 120/100 എന്ന് വരും, ആണോ? 100-നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അത് ഉത്തരം. 20 കൂടുതലാണ്. സോ 20% വ്യത്യാസമുണ്ടാകും എന്ന് കിട്ടും. ചെയ്തതൊക്കെയാണോ മക്കളെ?
എങ്കിൽ മുന്നോട്ട് ഒരു സംഖ്യ ആദ്യം 20% വർദ്ധിച്ചു, അതിനുശേഷം 20% കുറയ്ക്കുന്നു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിൻ്റെ വർധന വ്യത്യാസം ഉണ്ടാകും? 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 120/100. ഇനി 20% കുറച്ചു എന്ന് പറഞ്ഞാൽ 80/100. ശരിയാണോ? ഓക്കെ, ഇനി സോൾവ് ചെയ്യാലോ മക്കളെ. ഒരു 100 വെട്ടരുത് എന്ന് പഠിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം വെട്ടിക്കളയണം അല്ലേ? സോ 12 × 8 96 അല്ലേ? 96/100 എന്നല്ലേ വരുന്നേ? കണ്ടോ, ഈ 100 നമ്മൾ വ്യത്യാസം 4 അല്ലേ? 4% കുറയും, 4%ത്തിൻ്റെ കുറവുണ്ടാകും. അപ്പോൾ 20% വർദ്ധിപ്പിച്ചിട്ട്, കണ്ടോ, 20% വർദ്ധിപ്പിച്ചിട്ട് 20% കുറച്ചാൽ എന്ത് സംഭവിക്കും? 4%ത്തിൻ്റെ കുറവ് 4%ത്തിൻ്റെ കുറവുണ്ടാകും. 96/100 അല്ലേ? 96 100 തമ്മിൽ 4ൻ്റെ വ്യത്യാസമാണ്. ഇനി 4% കുറവാണെന്ന് മനസ്സിലായി. ഇവിടെ 96 അല്ലേ? 104/100 എന്ന് പറഞ്ഞാൽ 4% വർധനമാണെന്ന് മനസ്സിലാക്കാം. 96/100 എന്ന് പറഞ്ഞാൽ 4% കുറവാണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ മക്കളെ? ഇനി x + y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടിക്കോളും. നോക്ക്, x + y + xy/100 ആണോ? അതിൽ x എന്ന് പറഞ്ഞാൽ എത്രയാ? +20. y എന്ന് പറഞ്ഞാൽ കുറയുമല്ലേ? -20 അല്ലേ? എക്സും വൈയും ഗുണിക്കുമ്പോൾ മൈനസ്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും അല്ലേ? 20 × 20 400/100 വരും. ശരിയാണോ? 20 × 20 കുറച്ചാൽ 0, -4 എന്ന് വരും. കണ്ടോ, 400/100 4 അല്ലേ? -4 എന്ന് പറഞ്ഞാൽ 4%ത്തിൻ്റെ കുറവുണ്ടാകുമെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബസ്സിലെ ടിക്കറ്റ് ചാർജ് 30% കൂട്ടി. ഓക്കെ, അപ്പോൾ യാത്രക്കാർ 30% കുറഞ്ഞു എങ്കിൽ വരുമാനത്തിൽ വരുന്ന മാറ്റം എത്ര ശതമാനം? മക്കളെ, ടിക്കറ്റ് ചാർജ് 30% കൂട്ടിയാൽ വരുമാനം 30% കൂടി എന്നല്ലേ അർത്ഥം? ആണ്. യാത്രക്കാർ 30% കുറഞ്ഞെന്ന് പറഞ്ഞാൽ വരുമാനം 30% കുറഞ്ഞെന്നല്ലേ? അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് വായിക്കുമ്പം വരുമാനം 30% കൂട്ടിയ ശേഷം 30% കുറച്ചു എങ്കിൽ വരുമാനത്തിൽ ആകെ എത്ര ശതമാനത്തിൻ്റെ ചേഞ്ച് ഉണ്ടാകും? അങ്ങനെ വന്നാൽ 130/100 × 70/100. കണ്ടോ, ഈ ടിക്കറ്റ് ചാർജ് 30% കൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുമാനം 30% കൂടിയെന്നാണ്. ഓക്കെ, അങ്ങനെ കൂടിയപ്പം യാത്രക്കാർ 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വരുമാനം 30% കൂടിയിട്ട് പിന്നെ വരുമാനം 30% കുറഞ്ഞു എങ്കിൽ വരുമാനത്തിൽ വരുന്ന മാറ്റം എത്ര? 130/100 × 70/100. ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഇതും പോയി മക്കളെ. 13 × 7 എന്ന് വരും. 13 × 7 നമുക്ക് കിട്ടുന്നത് 91 91/100 എന്ന് വരും അല്ലേ? അതിൻ്റെ ആൻസർ 9%ത്തിൻ്റെ കുറവുണ്ടാകും. ഓപ്ഷൻ ഡി ആണ്. വരുമാനത്തിൽ 9%ത്തിൻ്റെ കുറവുണ്ടാകും. അടുത്ത ടൈപ്പ് നമ്മുടെ 12ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ, ശ്രദ്ധിച്ച് പഠിച്ചോണം. ഒരു വന്യജീവി സങ്കേതത്തിലെ മൃഗങ്ങളുടെ എണ്ണം വർഷം തോറും 30% നിരക്കിൽ കൂട്ടുന്നു. ഇപ്പോൾ 1000 മൃഗങ്ങളുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള മൃഗങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ശരിയല്ലേ? ഒരു വന്യജീവി സങ്കേതത്തിലെ മൃഗങ്ങളുടെ എണ്ണം വർഷം തോറും 30% നിരക്കിൽ കൂട്ടുന്നു. ഇപ്പോൾ 1000 മൃഗങ്ങളുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര എണ്ണം കാണും? മക്കളെ, ഇപ്പം 1000 മൃഗങ്ങളുണ്ടെങ്കിൽ 1 വർഷം കഴിയുമ്പം ഇത് 30% വർദ്ധിക്കില്ലേ? വർദ്ധിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ 130% മാറും. അതായത് ഇപ്പോൾ ഉള്ളത് × 130/100. ഇതാണ് 1 വർഷം കഴിയുമ്പോൾ ഉള്ള മൃഗങ്ങളുടെ എണ്ണം അല്ലേ? അടുത്ത വർഷം വീണ്ടും അത് 30% വർദ്ധിക്കില്ലേ? അപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഉള്ള എണ്ണത്തിൻ്റെ 30% വീണ്ടും വർദ്ധിക്കും × 130/100. ഇതല്ലേ രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം ആകുമ്പോൾ ഉള്ള എണ്ണം. ഇതെത്രാന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരവായി. ഇത്ര ഉള്ള അതിൻ്റെ ലോജിക്ക്. ഒന്നുകൂടെ പറയട്ടെ മക്കളെ. ആദ്യം 1000 മൃഗങ്ങളുണ്ട്. ഓരോ വർഷവും 30% എന്ന തോതിൽ വർദ്ധിക്കും. തുടക്കത്തിൽ 1000 ഉണ്ടെങ്കിൽ 1 വർഷത്തിൻ്റെ അവസാനം ആകുമ്പോൾ ഇതിൻ്റെ 30% വർദ്ധിക്കും. അതായത് ഇതിൻ്റെ 130% മാറും.
അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ മൃഗങ്ങളുടെ എണ്ണം ഇത്രയാണ്. അടുത്ത വർഷം വീണ്ടും 30% വർദ്ധിക്കും. അപ്പോൾ ഇതിൻ്റെ 30% വർദ്ധിക്കുന്നതാണ് രണ്ടാമത്തെ വർഷം അവസാനമുള്ള എണ്ണം. അപ്പോൾ ഇതിൻ്റെ 30% വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 130% കണ്ടുപിടിക്കണം. ഇൻറ്റു 130/100. ഇത് സോൾവ് ചെയ്യുന്നതായിരിക്കും ഉത്തരം. മക്കളെ, നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ പൂജ്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. ഇവിടെ നമുക്കറിയാം 2 പൂജ്യം, ഈ 2 പൂജ്യം വെട്ടി, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടി, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം വെട്ടി. ബാക്കി 130 × 13 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. 13 × 13 169 169 ഒരു പൂജ്യം വരും. 1690 1690 എന്ന ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഞാൻ ചെയ്ത ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പാണ്. ഒരു സ്റ്റാർ ഇട്ടേരെ കേട്ടോ. 12ാമത്തെ ടൈപ്പ്. 1000 വന്യജീവികൾ ഉണ്ടായിരുന്നു. ഇത് വർഷം തോറും 30% നിരക്കിൽ വർദ്ധിക്കും. അപ്പോൾ ഇപ്പോൾ 1000 ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പം ഇതിൻ്റെ 130% മാറും. ഓക്കെ, വീണ്ടും ഒരു വർഷം കഴിയുമ്പം അപ്പോൾ എത്രയുണ്ടോ അതിൻ്റെ 130% മാറും. അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അത് എഴുതി സോൾവ് ചെയ്തു. ഇനി ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 30% നിരക്കിൽ വർദ്ധിക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നേ? 2 വർഷം കഴിയുമ്പോൾ എത്രയാകും എന്നല്ലേ ചോദിച്ചേക്കുന്നേ? അപ്പോൾ ഇപ്പോൾ ഉള്ള എമൗണ്ട് എത്ര നോക്കുക. 1000, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എണ്ണം 1000. ഇനി 2 വർഷം കഴിയുമ്പം എത്ര ആകുമെന്ന് ചോദിച്ചാൽ 2 തവണ 130/100 ചെയ്താൽ മതി. 130/100 × 130/100 ഇങ്ങനെ കാണാതെ പഠിച്ചാലും മതി. അപ്പോൾ ഇപ്പം 1000 ഉണ്ട്, 30% നിരക്കിലാണ് വർദ്ധിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ എത്രയാകും എന്നറിയാൻ 2 തവണ 130/100 കൊണ്ട് ഈ 1000ത്തെ ഗുണിച്ചാൽ മതി. 3 വർഷം കഴിയുമ്പോൾ എത്രയാവും എന്നറിയാൻ 3 തവണ 130/100 കൊണ്ട് ഈ 1000ത്തെ ഗുണിക്കണം. 4 വർഷം കഴിയുമ്പോൾ എത്രയാവും എന്നറിയാൻ 4 തവണ 130/100 കൊണ്ട് ഈ 1000ത്തെ ഗുണിക്കണം. ഇവിടെ 30% വർദ്ധിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് 130/100 എടുത്തത്. 20% വർദ്ധിക്കുമെന്നാണെങ്കിൽ 120/100 എടുക്കണം. 10% വർദ്ധിക്കുന്നതാണെങ്കിൽ 110/100 എടുക്കണം. എത്ര വർഷമുണ്ടോ അത്രയും തവണ ഗുണിക്കണം. ഇവിടെ 2 വർഷം ആയതുകൊണ്ട് 2 തവണ ഗുണിച്ചു. 3 വർഷം ഉണ്ടെങ്കിൽ 3 തവണ ഗുണിക്കണം. അങ്ങനെ വേണമെങ്കിൽ കാണാതെ മനസ്സിലാക്കിയാലും മതി, പഠിച്ചാലും മതി. ഈ മോഡൽ ചോദ്യങ്ങൾ ചെയ്യാം. ടെക്നിക്ക് ക്ലിയർ ആണോ മക്കളെ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ഗ്രാമത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ 20,000 ആണ്. ഇത് വർഷം തോറും 3% നിരക്കിൽ വർദ്ധിക്കുന്നു. എങ്കിൽ 2 വർഷം കഴിയുമ്പം, എപ്പോഴാണ്? 2 വർഷം കഴിയുമ്പോഴുള്ള ജനസംഖ്യ കാണും. മക്കളെ, ഇപ്പം 20,000 അല്ലേ? ആണോ? ഇത് 3% നിരക്കിൽ വർദ്ധിക്കുന്നു എന്നല്ലേ? 2 വർഷം കഴിയുമ്പോൾ ഉള്ളതല്ലേ കാണണ്ടേ? 2 വർഷം കഴിയുമ്പോൾ എത്രയെന്നറിയാൻ 2 തവണ 103/100 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? 3% നിരക്കിലല്ലേ വർദ്ധിക്കുന്നത്. 2 വർഷം കഴിയുമ്പം എത്ര എണ്ണമാകുമെന്നറിയാൻ 2 തവണ 103/100 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയല്ലേ നമ്മൾ കാണാതെ പഠിച്ചത്? ഇത് സോൾവ് ചെയ്യാനാണെങ്കിൽ ഈ 2 പൂജ്യം ഈ 2 പൂജ്യം പോയി, ഈ 2 പൂജ്യം ഈ 2 പൂജ്യം പോയി. 2 × 103 × 103 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ശരിയാണോ മക്കളെ? ഉത്തരം എത്ര കിട്ടും? 2 × 103 × 103 നമുക്ക് കിട്ടുന്ന ആൻസർ 21 21 8 21,218 21,218 ചെയ്തത് ക്ലിയർ ആണല്ലോ. മുന്നോട്ട് പോവാം. ഒരു കാറിൻ്റെ വില വർഷം തോറും 10% നിരക്കിൽ കുറയുന്നു എന്നാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ 1,00,000 രൂപയാണെങ്കിൽ അല്ലേ, 2 വർഷം കഴിഞ്ഞുള്ള വില മക്കളെ ഇപ്പം 1,00,000 രൂപയല്ലേ? ഓരോ വർഷവും 10% നിരക്കിൽ കുറയുമല്ലേ? അപ്പോൾ 1 വർഷം ആകുമ്പോഴേക്കും ഇതിൻ്റെ വില 10% കുറഞ്ഞു കാണും. അപ്പോൾ ഇപ്പോഴുള്ള വിലയുടെ 90% ആയിരിക്കും 1 വർഷം കഴിയുമ്പോഴുള്ള വില. രണ്ടാമത്തെ വർഷമാകുമ്പോൾ വീണ്ടും അപ്പോഴുള്ള വിലയുടെ 10% കുറയും. അപ്പോൾ × 90/100 രണ്ടാമത്തെ വർഷം അവസാനം ആകുമ്പോഴുള്ള വില. ശരിയല്ലേ? ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഉത്തരം. ആണോ? അപ്പോൾ ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും പോയി, ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും പോയി. ബാക്കി 10 × 90 × 90 ഉത്തരം. 9 × 9 81 3 പൂജ്യവും ചേർക്കണം. ആൻസർ 81,000 എന്ന് കിട്ടും. 81,000 ഓപ്ഷൻ സി.
ഇനി കാണാതെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴെത്രയാ 1,00,000 രൂപ ആണോ? യെസ്. ഇനി 10% നിരക്കിൽ കുറയുമല്ലേ, 2 വർഷം കഴിയുമ്പോൾ എത്രയാവും അറിയാൻ 2 തവണ 90/100 ചെയ്യണം. കുറയുമായതുകൊണ്ടാണ് 90/100, 2 വർഷം ആയതുകൊണ്ടാണ് 2 തവണ 90/100 കൊണ്ട് ഗുണിക്കുന്നത്. അങ്ങനെയൊന്നും കാണാതെ പഠിച്ചാൽ മതി. റെഡി അല്ലേ മക്കളെ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം, ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ വർഷം തോറും 5% നിരക്കിൽ വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ജനസംഖ്യ തന്നിട്ടുണ്ട് അല്ലേ, എങ്കിൽ 2 വർഷം മുൻപുള്ള ജനസംഖ്യ എത്ര എന്നാ ചോദ്യം അല്ലേ. ഇപ്പോഴത്തെ ജനസംഖ്യ തന്നിട്ടുണ്ട്, 2 വർഷം മുൻപുള്ളത്. ഇത് വർഷം തോറും 5% നിരക്കിലാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ 2 വർഷം മുമ്പുള്ള ജനസംഖ്യ എക്സ് ആണെങ്കിൽ അല്ലേ, ഇത് 5% വീതം 2 വർഷം വർദ്ധിച്ച എമൗണ്ട് അല്ലേ, 1125 അല്ലെ, 110/25. അപ്പം എക്സ് ഇൻറ്റു 105/100 ആണോ, ഇൻറ്റു 105/100 ഈക്വൽ ടു ആണ് 110/25. ശരിയല്ലേ മക്കളെ? 2 വർഷം മുൻപുള്ള ജനസംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്തു, ക്ലിയർ അല്ലേ? അത് 5% നിരക്കിൽ വർദ്ധിച്ചു. അപ്പോൾ 105/100 ഇൻറ്റു 105/100. അപ്പോൾ ഇപ്പോൾ ഇത്രയായി മാറി എങ്കിൽ അന്നത്തെ എത്രയായിരുന്നു എന്നാ ചോദ്യം. ഇതിൽ നിന്ന് അത് കണ്ടുപിടിക്കാമല്ലോ. എക്സ് കാണാൻ ഇവിടെ കിടക്കുന്നവന്മാർ അങ്ങോട്ട് പോകും. അപ്പം 110/25 ഇൻറ്റു 105/100 തിരിഞ്ഞ് വരും, 100/105 എന്ന് വരും. ശരിയല്ലേ? ഇൻറ്റു ഇതും 100/105 എന്ന് വരും. വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാമല്ലോ മക്കളെ. വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാനാണെങ്കിൽ ഇതും 105 ഇൻറ്റു 105 എത്രയാ? 105 ഇൻറ്റു 105 എന്ന് പറഞ്ഞാൽ അത് 110/25 മക്കളെ. 105 ഇൻറ്റു 105 110/25. അപ്പം ഇതിങ്ങനെ അങ്ങ് വെട്ടിപ്പൊക്കോളും. സോ നമ്മുടെ ആൻസർ 10,000 എന്ന് കിട്ടും. കണ്ടോ, 10,000. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 105 ഇൻറ്റു 105 ആണ് 110/25. 11,025 105 ഇൻറ്റു 105. 105 കൂടെ വെട്ടിക്കളഞ്ഞു, 11,025 വെട്ടിക്കളഞ്ഞു. ബാക്കി 100 ഇൻറ്റു 100 10,000 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. ഒന്നുകൂടെ പറയട്ടെ. 2 വർഷം മുമ്പുള്ള ജനസംഖ്യ എക്സ് എന്ന് എടുത്തു അല്ലേ, അത് 105% നിരക്കിൽ വർദ്ധിച്ച് ഇപ്പോൾ ഇതായെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജനസംഖ്യയാണ് 2 വർഷം മുമ്പുള്ള ജനസംഖ്യ ഇൻറ്റു 105/100 ഇൻറ്റു 105/100. അങ്ങനെ ഇപ്പോഴത്തെ ജനസംഖ്യ ഇത് കിട്ടി. എങ്കിൽ ഈ എക്സ് കണ്ടുപിടിക്കാൻ ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ തിരിഞ്ഞു വരും, 105/100 100/105 എന്ന് വരും. ഇവനും അങ്ങോട്ട് പോകുമ്പോൾ 100/105 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ 10,000 എന്ന് കിട്ടും. ഇനി ഇത് കാണാതെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോർത്താൽ മതി. ഇപ്പോഴത്തെ ജനസംഖ്യ തന്നിട്ട് 2 വർഷം മുമ്പുള്ളതല്ലേ നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പം ആ സംഖ്യ അങ്ങ് എഴുതുക, 110/25. ഇനി 2 വർഷം മുമ്പോട്ടല്ലേ ചോദിച്ചേക്കുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതിന് പകരം തിരിച്ച് ചെയ്യുക. നമ്മൾ 105/100 ഇൻറ്റു 105/100 അല്ലേ സാധാരണ ചെയ്യാറ്. തിരിച്ച് 100/105 ഇൻറ്റു 100/105 ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. 2 തവണ ചെയ്യുക. കാരണം 2 വർഷം പുറകിലത്തേതല്ലേ ചോദിച്ചേക്കുന്നത്. 3 വർഷം പുറകിലത്തേത് ചോദിച്ചാൽ 3 തവണ ഇങ്ങനെ ചെയ്യുക. സാധാരണ ചെയ്യുന്നതിന് വിപരീതം. സാധാരണ 5% വീതം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ 105/100 എന്നല്ലേ എഴുതാറ്. ഇവിടെ 100/105 എന്ന് എഴുതുക, തിരിച്ചെഴുതുക. ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും ഉത്തരം. കണ്ടോ, ആ സ്റ്റെപ്പ് തന്നെയല്ലേ മക്കൾ ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെ കാണാതെ പഠിച്ചാലും മതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, പുറകിലേക്ക് ചോദിച്ചേക്കുക. ഇപ്പത്തെ തന്നിട്ടുണ്ട്, 2 വർഷം മുമ്പത്തെ ചോദിച്ചാൽ ഇപ്പത്തേത് ഇൻറ്റു സാധാരണ ചെയ്യുന്നതിന് പകരം 2 തവണ തിരിച്ച് ചെയ്താൽ മതി. നമ്മുടെ നെക്സ്റ്റ് ടൈപ്പാണ് 13ാമത്തെ ടൈപ്പ്, അതായത് ലാസ്റ്റ് ടൈപ്പ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് ടൈപ്പാണ്. ഒരു ക്ലാസ് പരീക്ഷയിൽ 60% കുട്ടികൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ വിജയിച്ചു, 55% കുട്ടികൾ കണക്ക് പരീക്ഷയിൽ വിജയിച്ചു. ഈ 2 പരീക്ഷയിലും വിജയിച്ചവർ 40% എങ്കിൽ 2 പരീക്ഷയിലും പരാജയപ്പെട്ടവർ എത്ര ശതമാനം? ഇതാണ് ചോദ്യം മക്കളെ. ഇത് 13ാമത്തെ ടൈപ്പാണ്. ഇത്തരം ചോദ്യങ്ങൾ വെൻ ഡയഗ്രം എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വെൻ ഡയഗ്രം, എങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ ചെയ്യുന്നത്
എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇത്തരം ചോദ്യങ്ങൾ ഡീൽ ചെയ്യാൻ വെൻ ഡയഗ്രം കൺസെപ്റ്റാണ് നല്ലത്. ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ നല്ലത്. കാരണം തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കൺസെപ്റ്റ് പഠിച്ചങ്ങ് ചെയ്യുമ്പോഴാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ ചോദ്യത്തിൽ എന്താണ് അവർ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. അവർ പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്: ഒരു പരീക്ഷയിൽ 60% കുട്ടികൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വിജയിച്ചു, 55% കുട്ടികൾ കണക്ക് പരീക്ഷയ്ക്ക് മാത്സ് പരീക്ഷയ്ക്ക് ജയിച്ചു, 40% കുട്ടികൾ ഇംഗ്ലീഷിനും മാത്സിനും ജയിച്ചു എങ്കിൽ രണ്ടിലും തോറ്റവർ എത്ര ശതമാനം എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം മക്കളെ. 60% പേര് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ജയിച്ചു, 55% പേര് കണക്ക് പരീക്ഷയ്ക്ക് ജയിച്ചു, 40% പേര് 2 പരീക്ഷയ്ക്കും ജയിച്ചു. 2 പരീക്ഷയ്ക്കും തോറ്റവർ എത്ര ശതമാനം? ചോദ്യം വ്യക്തമാണല്ലോ. ചെയ്യേണ്ട രീതി ശ്രദ്ധിച്ചോ. എങ്ങനെയാ ചെയ്യുന്നേ? നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ജയിച്ചവരെല്ലാം ഒരു സർക്കിളിലേക്ക് ആക്കാൻ പോവുക. ഈ സർക്കിളിൽ വരുന്നവരെല്ലാം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ജയിച്ചവരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സർക്കിളിൽ വരുന്നവരെല്ലാം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ജയിച്ചവരാണ് അല്ലേ? എത്ര ശതമാനമുണ്ട്? 60%. അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് 60% ആളുകളുണ്ടെന്ന് മനസ്സിലാക്കണം. ശരി, ഇനി ഞാൻ അടുത്ത ഒരു സർക്കിൾ വരയ്ക്കുവാണ്. അടുത്ത സർക്കിളിൽ വരയ്ക്കുവാണ്. ഈ സർക്കിളിൽ വരുന്നവരെല്ലാം അതിനെ ഓവർലാപ്പ് ചെയ്ത് മറ്റൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ വരുന്നവരെല്ലാം മാത്സ് പരീക്ഷയ്ക്ക് ജയിച്ചവരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചുമന്ന സർക്കിളിൽ വരുന്നവരെല്ലാം മാത്സ് പരീക്ഷയ്ക്ക് ജയിച്ചവരാ. അത് 55% ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനും കൂടെ 55% ആളുകളുണ്ട്. ഇനി ഇവരെ എല്ലാം കൂടെ ഞാനൊരു സ്ക്വയറിൻ്റെ അകത്താക്കാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ മുഴുവൻ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഈ സ്ക്വയറിലാണ് ആകെയുള്ള 100% ആളുകൾ വരുന്നത്. അപ്പം ശ്രദ്ധിച്ചോ, ഇതിൻ്റെ അകത്ത് ആകെ 100% ആളുകളുണ്ട്. ഇതിൻ്റെ അകത്ത് റെഡിയാണല്ലോ. ഇംഗ്ലീഷിന് ജയിച്ച 60% ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. മാത്സിന് ജയിച്ച 55% ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. രണ്ടിനും ജയിച്ച 40% ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ആകെ ഇത് 100 അല്ലേ? ഇംഗ്ലീഷിന് ജയിച്ചവർ ഇവിടെ വരും, മാത്സിന് ജയിച്ചവർ ഇവിടെ വരും, രണ്ടിനും ജയിച്ചവർ ഇവിടെ വരും. റെഡിയാണല്ലോ മക്കളെ? ഇതാണ് വെൻ ഡയഗ്രത്തിൻ്റെ ബേസിക് ഫിഗർ. എപ്പോഴും 2 തരക്കാരെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 തരക്കാർ, ഒന്ന് ഇംഗ്ലീഷിന് ജയിച്ചവരും ഒന്ന് മാത്സിന് ജയിച്ചവരും. ചിലപ്പോൾ പറയും ചായ കുടിക്കുന്നവരും കാപ്പി കുടിക്കുന്നവരും. ചിലപ്പോൾ പറയും പത്രം എ വായിക്കുന്നവരും പത്രം ബി വായിക്കുന്നവരും. എപ്പോഴും 2 തരക്കാരെ ആയിരിക്കും ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം 2 സർക്കിൾ വരയ്ക്കുക. ഒന്നിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്തത് അതിനെ ഒരു കോമൺ സ്ക്വയറിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ അകത്താണ് ആകെയുള്ള 100% വരുന്നത്, ആ സ്ക്വയർ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ അകത്ത്. റെഡിയാണല്ലോ? ശരി, ഇനി എൻ്റെ ചോദ്യം മക്കളെ, രണ്ടിനും ജയിച്ചവർ ഇവിടെയല്ലേ വരുന്നേ? ആണല്ലോ. എത്ര ശതമാനം ഉണ്ടത്? രണ്ടിനും ജയിച്ചവർ 40%. അപ്പോൾ ഇതിൻ്റെ അകത്ത് 40% ആളുകളുണ്ട്. അതായത് ഇത് മുഴുവനും കൂടെ 40%. റെഡിയല്ലേ? ആണ്. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഇവിടെ വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാ മക്കളെ? ഏതാ ഭാഗമെന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇവിടെ വരുന്നവരെങ്ങനെയുള്ളവരാ? അപ്പം നിങ്ങൾ പറയും സാറേ അവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാണ്. അവരെങ്ങനെയുള്ളവരാ? ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാണ് അവിടെ വരുന്നത്. ആണോ? ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാണ് അവിടെ വരുന്നത്. അതായത് എവിടെ? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരുന്നവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാണ്. ഇവിടെ വരുന്നവർ ഇംഗ്ലീഷിനും മാത്സിനും കൂടെ ജയിച്ചവർ, ഇവിടെ വരുന്നവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞു ഇവിടെ വരുന്നവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാണെന്ന് പറഞ്ഞു. അപ്പം ഇവരെങ്ങനെയുള്ളവരാ? കൺഫ്യൂഷനായി. ഇവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാ, സമ്മതിച്ചു. അപ്പം ഇവരോ? കിടക്കുന്നു. എന്ത് പറ്റി? ഇവരെ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ. അപ്പം ഇവരോ? ഇവരെ ഇംഗ്ലീഷിന് ജയിച്ചവർ
ആ ഇവര് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ, ഇവര് ഇംഗ്ലീഷിന് ജയിച്ചവർ, രണ്ടും രണ്ടാ. ഇത് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരും ഇത് ഇംഗ്ലീഷിന് ജയിച്ചവരുമാണ്. അതുപോലെ ഇത് മാത്സിന് മാത്രം ജയിച്ചവരും ഇത് മാത്സിന് ജയിച്ചവരുമാണ്. ഇത് മാത്സിന് മാത്രം ജയിച്ചവരും ഇത് മാത്സിന് ജയിച്ചവരുമാണ്. ഇത് മുഴുവൻ എന്ന് പറയുന്നത് മാത്സിന് ജയിച്ചവർ. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കണം. ഇതെങ്ങനെയുള്ളവരാ? ഇംഗ്ലീഷിനും മാത്സിനും ജയിച്ചവർ. ഇതെങ്ങനെയുള്ളവരാ? ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ. ഇതെങ്ങനെയുള്ളവരാ? ഇംഗ്ലീഷിന് ജയിച്ചവർ. ഇതെങ്ങനെയുള്ളവരാ? മാത്സിന് മാത്രം ജയിച്ചവർ. ഇതെങ്ങനെയുള്ളവരാ? മാത്സിന് ജയിച്ചവർ. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഇംഗ്ലീഷിന് ജയിച്ചവരും ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരും, അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ സാറേ, അത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ അതൊന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ. മക്കളെ ശ്രദ്ധിച്ചോണേ. 5 ആളുകൾ, 1 2 3 4 5. ഈ 5 ആളുകളിൽ ഈ 3 പേര് ചായയും കാപ്പിയും കുടിക്കുന്നവരാണ്. ഈ 2 പേര് ചായ മാത്രം കുടിക്കുന്നവരാണ്. ക്ലിയർ അല്ലേ? ആകെ 5 പേരുണ്ട്. അതിൽ ആദ്യത്തെ 3 പേര് ചായയും കാപ്പിയും കുടിക്കുന്നവരും അവസാനത്തെ 2 പേര് ചായ മാത്രം കുടിക്കുന്നവരുമാണ്. ഓക്കെ, അപ്പം എൻ്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ചായ കുടിക്കുന്നവർ എത്ര? ചായ കുടിക്കുന്നവർ എത്ര? ചായ കുടിക്കുന്നവർ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും 5 എന്ന ആൻസർ പറയും അല്ലേ? ഇവര് ചായ കുടിക്കുന്നവരാണ്, ഇവരും ചായ കുടിക്കുന്നവരാണ്. അപ്പൊ ചായ കുടിക്കുന്നവർ എത്ര എന്ന് ചോദിച്ചാൽ 5 പേരുണ്ട്. അപ്പൊ അവർ ചായ കുടിക്കുവോ എന്ന് മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. അപ്പൊ ഈ 5 പേരും ചായ കുടിക്കും. ചായ കുടിക്കുന്നവർ 5 പേരുണ്ട്. എന്നാൽ ചായ മാത്രം കുടിക്കുന്നവർ എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2ആണ്. ചായ മാത്രമേ കുടിക്കത്തുള്ളൂ, വേറെ കുടിക്കാൻ പാടില്ല. കണ്ടോ? അപ്പൊ ചായ കുടിക്കുന്നവർ 5 ഉണ്ട്, പക്ഷെ ചായ മാത്രം കുടിക്കുന്നവർ 2 ഉള്ളൂ. അപ്പൊ ചായ കുടിക്കുന്നവരും ചായ മാത്രം കുടിക്കുന്നവരും വ്യത്യാസമില്ലേ? അതുപോലെ തന്നെയാണ് മക്കളെ ഇംഗ്ലീഷിന് ജയിച്ചവരും ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരും. ഇംഗ്ലീഷിന് ജയിച്ച ഇത്രയും പേരുണ്ട്, അവർ ഇംഗ്ലീഷിന് ജയിച്ചാൽ മതി, ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ചിലപ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷിന് ജയിച്ചിട്ടുണ്ടോ നോക്കുക ആണ്. ഇവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാ, വേറെ ഒന്നിനും ജയിക്കാൻ പാടില്ല. കണ്ടോ? അപ്പൊ ഇവർ ഇംഗ്ലീഷിന് ജയിച്ചവർ, എന്നാൽ ഇവിടെയുള്ളവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ. ക്ലിയർ അല്ലേ? ശരി. ചോദ്യത്തിൽ 60% പേര് ഇംഗ്ലീഷിന് ജയിച്ചെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് മുഴുവനാണ് 60% അല്ലേ? അതിൽ ഇത്രയും 40 ആണെങ്കിൽ ബാക്കി ഇത് 20% ആയിരിക്കും. ശരിയല്ലേ മക്കളെ? കാരണം ആകെ 60% പേരെ ഇംഗ്ലീഷിന് ജയിച്ചത്. ഇത് 40 ഇത് 20 വന്നാലല്ലേ ആകെ 60% ആവത്തുള്ളൂ. അപ്പൊ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചത് 20. ശരി, മാത്സിന് മാത്രം ജയിച്ചത് കണ്ടുപിടിക്കാം. മാത്സിന് ജയിച്ചത് 55% പേരാ, അതിൽ ഇത് 40. അപ്പൊ ബാക്കി ഇത് 15%. ഈ 15% മാത്സിന് മാത്രം ജയിച്ചത് അല്ലേ? അപ്പൊ ഇവര് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചത്, ഇത് 2നും ജയിച്ചത്, ഇത് മാത്സിന് മാത്രം ജയിച്ചത്. എല്ലാം കൂടെ കൂട്ടിക്കുക മക്കളെ, 60ഉം 15ഉം 75% ആളുകളായി. അപ്പൊ ബാക്കി 25% ആളുകൾ പുറത്തായിരിക്കും. അവര് 2നും തോറ്റവരായിരിക്കും. അപ്പൊ 2നും തോറ്റവർ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 25% പേരാണ് 2നും തോറ്റവർ. കണ്ടോ? 2നും ജയിച്ചാൽ ഇവിടെ വരും, ഇംഗ്ലീഷിന് മാത്രം ജയിച്ചാൽ ഇവിടെ വരും, മാത്സിന് മാത്രം ജയിച്ചാൽ ഇവിടെ വരും. അങ്ങനെയല്ലാത്തവരെല്ലാം 2നും തോറ്റവരായിരിക്കും. അപ്പോൾ ബാക്കി 25% പേരാണ് 2നും തോറ്റവർ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 25% ഓപ്ഷൻ എ, 2നും തോറ്റവർ. ഇതാണ് വെൻ ഡയഗ്രത്തിന്റെ ലോജിക്ക്. ഈ ലോജിക്ക് അറിയാമെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്താം, വേഗത്തിൽ കണക്ക് ചെയ്യാനും പറ്റും. ക്ലിയർ ആണോ മക്കളെ? 1-2 ചോദ്യങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ആകുവേ. നമുക്ക് 1-2 ചോദ്യങ്ങൾ നോക്കാം. അടുത്ത ചോദ്യം, ഒരു പരീക്ഷയിൽ 50% പേർ ഇംഗ്ലീഷിനും 40% പേർ മലയാളത്തിലും 10% പേർ 2 വിഷയങ്ങൾക്കും വിജയിച്ചു എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ശതമാനം? ഓക്കെ,
അപ്പം നമുക്ക് വെൻ ഡയഗ്രം വരച്ചങ്ങ് ചെയ്തേക്കാലോ. ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവർ ആണോ? അതിനെ ഓവർലാപ്പ് ചെയ്ത് നമ്മൾ അടുത്ത സർക്കിൾ വരയ്ക്കുവാണ് അല്ലേ? അതിനെ ഓവർലാപ്പ് ചെയ്ത് നമ്മൾ അടുത്ത സർക്കിൾ വരയ്ക്കുവാണ്. അതിനെ ഓവർലാപ്പ് ചെയ്ത് ദേ വരച്ചു. ഈ അടുത്ത സർക്കിളിൽ വരുന്നവർ എന്തിന് ജയിച്ചാൽ മലയാളം. 2 തരക്കാരല്ലേ പറഞ്ഞേക്കുന്നത് ആണോ? അപ്പോൾ ആദ്യത്തെ ചുമന്ന സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവർ, അടുത്ത സർക്കിളിൽ വരുന്നവർ മലയാളത്തിന് ജയിച്ചവർ. രണ്ടിനും ജയിച്ചവർ നടുക്ക് വരും അല്ലേ? 10% പേര് രണ്ടിനും ജയിച്ചു എന്നല്ലേ മക്കളെ പറഞ്ഞേക്കുന്നേ. അപ്പം നടുക്ക് 10% ആണോ? നമുക്കറിയാം 50% പേരാണ് ഇംഗ്ലീഷിന് ജയിച്ചത്, 40% പേരാണ് മലയാളത്തിന് ജയിച്ചത്, 10% പേരാണ് ഇംഗ്ലീഷിനും മലയാളത്തിനും ജയിച്ചത്. രണ്ടിനും തോറ്റത് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ശരി, അപ്പോൾ എനിക്കറിയാം 10% പേര് രണ്ടിനും ജയിച്ചു. ഇംഗ്ലീഷിന് ജയിച്ചത് 50 അല്ലേ? അപ്പം ഇംഗ്ലീഷിന് മാത്രം ജയിച്ചത് ബാക്കി 40% വരണം. എങ്കിലേ ഈ 40ഉം 10ഉം കൂട്ടി ആകെ 50% ആവത്തുള്ളൂ. ശരി, ഇനി മാത്സിന് ജയിച്ചത് 40% ആകെ മാത്സിന്. മാത്സ് അല്ലാട്ടോ മലയാളം. ആകെ മലയാളത്തിന് ജയിച്ചത് 40%. അപ്പോൾ ഇത് മുഴുവനാണ് 40. അതിൽ ഇത് 10 ആണെങ്കിൽ മലയാളത്തിന് മാത്രം ജയിച്ചത് ബാക്കി 30% ആയിരിക്കും. എങ്കിലേ ആകെ 40% വരത്തുള്ളൂ. ശരിയല്ലേ? രണ്ടിനും ജയിച്ചവർ 10% അല്ലേ? ഇംഗ്ലീഷിന് മാത്രം ജയിച്ചത് 40, മലയാളത്തിന് മാത്രം ജയിച്ചത് 30 അല്ലേ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 40, 30, 70, 10, 80%. അപ്പോൾ ബാക്കി 20% ആളുകൾ പുറത്തായിരിക്കും. അവർ രണ്ടിനും തോറ്റവരായിരിക്കും. അപ്പോൾ ആ ചതുരമൊന്നും വരയ്ക്കണം എന്നൊന്നും ഇല്ല കേട്ടോ മക്കളെ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഒന്നുകൂടെ പറയട്ടെ, രണ്ടിനും ജയിച്ചവർ 10%. അത് നടുക്ക്. ഇംഗ്ലീഷിന് ജയിച്ചത് ആകെ 50%. അപ്പോൾ ഇത് മുഴുവനാണ് 50. ഇത്രയും 10 ആണെങ്കിൽ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചത് ബാക്കി 40 ആയിരിക്കും. മലയാളത്തിന് ജയിച്ചത് 40%. അപ്പോൾ ഇത് മുഴുവനാണ് 40. അതിൽ ഇത്രയും 10 ആണെങ്കിൽ മലയാളത്തിന് മാത്രം ജയിച്ചത് 30 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 80% ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് 80% ആളുകൾ വന്നിട്ടുണ്ട്. ബാക്കി 20% ആളുകൾ പുറത്തായിരിക്കും. അവരാണ് രണ്ടിനും തോറ്റവർ. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ 20 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെയ്തത് പക്കയാണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിയാലോ? യെസ്, എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഒരു പരീക്ഷയിൽ 30% പേര് കണക്കിന് തോറ്റു, 40% പേർ ഇംഗ്ലീഷിന് തോറ്റു, 10% പേർ 2 വിഷയത്തിനും തോറ്റു. എങ്കിൽ 2 വിഷയത്തിനും വിജയിച്ചവർ എത്ര? ഇവിടെ തോറ്റ കണക്കാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 30% പേര് എന്ത് ചെയ്തു മക്കളെ? മാത്സിന് തോറ്റു. 40% പേര് ഇംഗ്ലീഷിന് തോറ്റു. ശരി, 10% പേര് മാത്സിനും ഇംഗ്ലീഷിനും തോറ്റു. രണ്ടിനും ജയിച്ചവർ എത്ര? നേരെ തിരിച്ച തോറ്റവരുടെ കണക്കാണ് തന്നേക്കുന്നത്. അപ്പോൾ തോറ്റവരെയാണ് സർക്കിളിലാക്കേണ്ടത്. ദേ ആദ്യത്തെ ഒരു സർക്കിൾ വരച്ചു. ഈ ആദ്യത്തെ സർക്കിളിൽ വരുന്ന ഇവര് എന്തിന്? മാത്സിന് തോറ്റവരാണ്. രണ്ടാമതൊരു സർക്കിൾ വരച്ചു. ദേ രണ്ടാമതൊരു സർക്കിൾ വരച്ചു. രണ്ടാമത്തെ ഈ സർക്കിളിൽ വരുന്നവര് ഏതിനാ? ഇംഗ്ലീഷിന് തോറ്റവരുടെ കണക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദേ ആദ്യത്തെ സർക്കിളിൽ വരുന്ന 30% പേര് മാത്സിന് തോറ്റവരാണ്. രണ്ടാമത്തെ സർക്കിളിൽ വരുന്ന 40% പേര് ഇംഗ്ലീഷിന് തോറ്റവരാണ്. അപ്പോൾ ഈ നടുക്ക് വരുന്നവർ രണ്ടിനും തോറ്റവരല്ലേ? അത് 10%, ഇത് 10% അല്ലേ? അപ്പം മാത്സിന് മാത്രം തോറ്റവർ എത്രയാ? ആകെ 30 അല്ലേ മാത്സിന് തോറ്റത്? അതിൽ നിന്ന് 10 കുറച്ചാൽ ബാക്കി 20 മാത്സിന് മാത്രം തോറ്റവർ. ഇംഗ്ലീഷിന് മാത്രം തോറ്റത് എത്രയാ? ഇംഗ്ലീഷിന് തോറ്റത് 40. ഇത് 10 പോയാൽ ബാക്കി 30 ഇംഗ്ലീഷിന് മാത്രം തോറ്റവർ അല്ലേ? അപ്പം ഈ 10% രണ്ടിനും തോറ്റു, ഈ 20% മാത്സിന് മാത്രം തോറ്റു, ഈ 30% ഇംഗ്ലീഷിന് മാത്രം തോറ്റു. എല്ലാം കൂടെ കൂട്ടുമ്പം 30, 20, 50, 10, 60 പേര് തോറ്റവരാണ്. അപ്പോൾ ബാക്കി 60 പേരല്ല 60%. ബാക്കി 40% രണ്ടിനും ജയിച്ചവരായിരിക്കും. രണ്ടിനും തോറ്റ ഇവിടെ വരും. മാത്സിന് മാത്രം തോറ്റ ഇവിടെ വരും. ഇംഗ്ലീഷിന് മാത്രം തോറ്റ ഇവിടെ വരും.
അപ്പോൾ ഈ ബാക്കി പുറത്ത് കിടക്കുന്ന 40% രണ്ടിനും ജയിച്ചവരായിരിക്കും. അപ്പോൾ രണ്ടിനും ജയിച്ചവർ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ആൻസർ 40% എന്ന് വരും. ഇതേ ചോദ്യം ശതമാനത്തിന് പകരം എണ്ണമാക്കി തരും കേട്ടോ. ഒരു പരീക്ഷയിൽ 30 പേർ കണക്കിന് തോറ്റു, 40 പേർ ഇംഗ്ലീഷിന് തോറ്റു, 10 പേർ രണ്ടിനും തോറ്റു എങ്കിൽ രണ്ടിനും ജയിച്ചവർ എത്ര ആളുകൾ? ശതമാനത്തിന് പകരം എണ്ണം തരും. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യണ്ടേ, അതിലൊരു മാറ്റവും ഇല്ല ചെയ്യുന്ന മെത്തേഡിൽ. ചെയ്യുന്ന ടെക്നിക്ക് പക്കയാണോ മക്കളെ? മനസ്സിലായോ? ഇവരെ തോറ്റവരെ നമ്മൾ സർക്കിളാക്കിയെന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. അടുത്തൊരു ചോദ്യം നോക്കിയ മക്കളെ, ഒരു ക്ലാസ്സിലെ 80 കുട്ടികളിൽ, അപ്പോൾ കുട്ടികളുടെ ആകെ എണ്ണം തന്നിട്ടുണ്ട് 80. 45% പേർ ഇംഗ്ലീഷിന് വിജയിച്ചു, 35% പേർ കണക്കിന് വിജയിച്ചു, 20% പേർ 2 വിഷയങ്ങൾക്കും വിജയിച്ചു എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ശതമാനം എന്നല്ല, എത്ര എണ്ണം എന്നാണ്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 45% പേര് ഇംഗ്ലീഷിന് വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 35% പേര് മാത്സിന് വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. 20% പേര് 2 വിഷയങ്ങൾക്കും, ഇംഗ്ലീഷിനും മാത്സിനും വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര എന്നാണ്. അപ്പം നമുക്ക് വെൻ ഡയഗ്രം വെച്ച് തന്നെ ചെയ്യാം അല്ലേ. ആദ്യം ഒരു സർക്കിൾ വരച്ചു, അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സർക്കിളും കൂടെ വരയ്ക്കാം. യെസ്, ഇതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സർക്കിളും കൂടെ വരച്ചു. അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സർക്കിൾ വരച്ചു. യെസ്, 2 സർക്കിൾ. ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവർ, അടുത്ത സർക്കിളിൽ വരുന്നവർ മാത്സിന് ജയിച്ചവർ. രണ്ടിനും ജയിച്ചവർ 20%. അപ്പോൾ ഇത് 20%. ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ കാണാൻ, ഇംഗ്ലീഷിന് ജയിച്ചത് 45 അല്ലേ, അതിൽ നിന്ന് 20 കുറച്ചാൽ ബാക്കി 25% ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ. ഓക്കെ, മാത്സിന് മാത്രം ജയിച്ചവരെ കണ്ടുപിടിക്കണം. മാത്സിന് ജയിച്ചവർ 35%. അതിൽ രണ്ടിനും ജയിച്ചവർ 20 ആണെങ്കിൽ 35 നിന്ന് 20 കുറച്ചാൽ ബാക്കി 15% മാത്സിന് മാത്രം ജയിച്ചവർ അല്ലേ. എല്ലാം കൂടെ കൂട്ടാലോ മക്കളെ. 25ഉം 15ഉം 40, 40ഉം 20, 60% ആളുകൾ അകത്ത്. അപ്പോൾ ബാക്കി 40% ആളുകൾ പുറത്താണ്. ഇതാണ് രണ്ടിനും തോറ്റവർ. ശരിയല്ലേ? രണ്ടിനും ജയിച്ചവർ ഇവിടെ വരും, ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ ഇവിടെ വരും, മാത്സിന് മാത്രം ജയിച്ചവർ ഇവിടെ വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 60%. അപ്പോൾ ബാക്കി 40% ആളുകൾ പുറത്തു വരും. അത് രണ്ടിനും തോറ്റവരാണ്. 40% ആളുകളാണ് രണ്ടിനും തോറ്റവർ. രണ്ടിനും തോറ്റവർ എത്ര ശതമാനം എന്നല്ല, എത്ര എണ്ണം എന്നാ ചോദ്യം. ആകെ എത്ര പേരുണ്ട്? 80 പേരുണ്ട്. ഈ 80 പേരിൽ 40% പേർ രണ്ടിനും തോറ്റതാണ്. അപ്പം 80ൻ്റെ 40% എത്ര എന്ന് കണ്ടാൽ രണ്ടിനും തോറ്റവർ എത്ര പേരാണെന്ന് കിട്ടും. 80ൻ്റെ 40% കാണാൻ 80 × 40/100. ശരിയാണോ മക്കളെ? ഇതും പോയി. എന്നാൽ 32 പേരാണ് രണ്ടിനും തോറ്റവർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മനക്കണക്കായിട്ട് ചെയ്യാവേ. 80ൻ്റെ 40%, 80ൻ്റെ 10% 8, അപ്പം 40%, 4 ഇരട്ടി 4 32. അപ്പം ഇതിൻ്റെ ഉത്തരം 32 ആണ്. ഒരു ചോദ്യം കൂടെ മക്കളെ, സ്ലൈഡിലില്ല, ഞാൻ ചോദ്യം വായിക്കാവേ. നിങ്ങൾ ആ ചോദ്യം ഒന്ന് എഴുതി വെക്കാവോ? ചോദ്യം ഇതാണ്: ഒരു പരീക്ഷയിൽ 72% ആളുകൾ ജോഗ്രഫി പരീക്ഷയ്ക്ക് ജയിച്ചു, 48% ആളുകൾ ഹിസ്റ്ററി പരീക്ഷയ്ക്ക് ജയിച്ചു. ഓക്കെ, നിങ്ങൾ ചോദ്യം എഴുതണം. ഒരു പരീക്ഷയിൽ 72% ആളുകൾ ജോഗ്രഫിക്ക് ജയിച്ചു, 48% ആളുകൾ ഹിസ്റ്ററിക്ക് ജയിച്ചു, 22% ആളുകൾ രണ്ടിലും തോറ്റു. അതായത് ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും തോറ്റു. രണ്ടിനും തോറ്റവരാണ് 22%. എങ്കിൽ രണ്ടിലും ജയിച്ചവർ എത്ര ശതമാനം? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം വ്യക്തമാണോ? ഒരു പരീക്ഷയിൽ 72% പേര് ജോഗ്രഫിക്ക് ജയിച്ചു, 48% പേര് ഹിസ്റ്ററിക്ക് ജയിച്ചു, 22% പേര് രണ്ടിനും തോറ്റു. രണ്ടിലും ജയിച്ചവർ എത്ര ശതമാനം?
ചോദ്യം വ്യക്തമല്ലേ? നമുക്ക് ചെയ്താലോ മക്കളെ? യെസ്. ആദ്യത്തെ ഒരു സർക്കിൾ അങ്ങ് വരച്ചു. ഇതാണ് നമ്മുടെ ആദ്യത്തെ സർക്കിൾ. ശരി. ഇനി അടുത്ത സർക്കിൾ ഇതിനെ ഓവർലാപ്പ് ചെയ്തല്ലേ വരയ്ക്കണ്ടേ? അപ്പോൾ അടുത്ത സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഇതിനെ ഓവർലാപ്പ് ചെയ്ത് നമ്മൾ അടുത്ത സർക്കിൾ വരച്ചു. ശരി. ഇനി ആദ്യത്തെ സർക്കിളിൽ വരുന്നവരെങ്ങനെയുള്ളവരാ? ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ജോഗ്രഫിക്ക് ജയിച്ചവരാ. രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ ഹിസ്റ്ററിക്ക് ജയിച്ചവരാ. നടുക്ക് വരുന്നവർ രണ്ടിലും ജയിച്ചവരാ. അത് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എൻ എന്നെടുക്കാം. ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരെ കണ്ടുപിടിക്കണ്ടേ? ജോഗ്രഫിക്ക് ജയിച്ച് 72% ആളുകളാണ്. അപ്പം ഇത് മുഴുവനാണ് 72. ആ 72ൽ നിന്ന് എണ്ണ് കുറയ്ക്കുന്നതാണ് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ. അപ്പം 72 മൈനസ് എൻ ആണ് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ. ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവർ ഇത്രയാണ് ഹിസ്റ്ററിക്ക് ജയിച്ചത്. അത് 48%. അതിൽ നിന്ന് എണ്ണ് കുറയ്ക്കുന്നവരാണ് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചത്. 48 മൈനസ് എൻ ആണ് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവർ. ഇനി രണ്ടിനും തോറ്റവർ 22% തന്നിട്ടുണ്ട്. അപ്പോൾ പുറത്താണ് രണ്ടിനും തോറ്റവർ കിടക്കുന്നത്. അതാണ് 22%. എല്ലാം ഫില്ല് ചെയ്തു ഇല്ലേ? യെസ്. ഇത് രണ്ടിനും ജയിച്ചവർ എത്രയാണെന്ന് അറിയില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്. എൻ എന്നെടുത്തു. ഇത് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ. ഇത് മുഴുവൻ 72%. അതിൽ നിന്ന് എണ്ണ് കുറയ്ക്കുന്നതാണ് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ. ഇത് മുഴുവൻ 48%. അതിൽ നിന്ന് എണ്ണ് കുറയ്ക്കുന്നതാണ് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവർ. ഇത് രണ്ടിനും ജയിച്ചത്, ഇത് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചത്, ഇത് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചത്. രണ്ടിനും തോറ്റവർ പുറത്താ. അത് 22%. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കളെ, ഇതും 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 കൂടെ കൂട്ടുമ്പം 100% ആവണം. അതായത് 72 മൈനസ് എൻ പ്ലസ് എൻ പ്ലസ് 48 മൈനസ് എൻ പ്ലസ് 22 എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കണം അല്ലേ? ആണ്. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ 22 അപ്പുറത്തേക്ക് പോയാൽ ഈ മൈനസ് എന്നും പ്ലസ് എന്നും വെട്ടിക്കളഞ്ഞ് 0. 72 48 കൂട്ടിയാൽ 120 വരും. 120 മൈനസ് എൻ ഈസ് ഈക്വൽ ടു ഈ 22 എങ്ങോട്ട് പോയാൽ നമുക്ക് 100ൽ നിന്ന് 22 കുറച്ചാൽ 78 കിട്ടും. അപ്പോൾ ഈ 78 ഇങ്ങോട്ട് വരുമ്പം നമുക്ക് എൻ അങ്ങോട്ട് പോകും. എൻ ഈസ് ഈക്വൽ ടു 120 മൈനസ് 78 42% എന്ന് വരും. അപ്പം രണ്ടിനും ജയിച്ചവർ 42% കിട്ടും. ഞാൻ സോൾവ് ചെയ്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇതും 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 കൂടെ കൂട്ടുന്ന 100%. ഓക്കെ. ഇതിൽ കൂട്ടിയപ്പോൾ മൈനസ് എന്നും പ്ലസ് എന്നും 0. 72 48 120 എഴുതി. ഈ മൈനസ് എൻ അങ്ങനെ തന്നെ എഴുതി. ഈ 22നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. 100 മൈനസ് 22 78 കിട്ടി. ഇനി ഈ മൈനസ് എൻ ഇങ്ങോട്ട് പോയി, 78 ഇങ്ങോട്ട് വന്നു. 120 മൈനസ് 78 42. മൈനസ് എൻ അങ്ങോട്ട് പോകും, പ്ലസ് എൻ ആവും. എൻ 42%. അപ്പം രണ്ടിനും ജയിച്ചവർ 42%. ഇങ്ങനെയും കൂടെ ചോദ്യം വരാം. എൻ്റെ അമ്മോ, അങ്ങനെ നമ്മുടെ പെർസെൻറ്റേജ് തീർന്നതായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു. യെസ്. ഇനി പെർസെൻറ്റേജിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ വീഡിയോ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അതും കൂടെ പഠിക്കണം. അപ്പോഴേ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. പറയുന്ന കേട്ടോ? പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഈ വീഡിയോയോട് കൂടെ ഫൈനലായി തീർന്നു. ഇനി നമുക്ക് 2021 മുതൽ ചോദിച്ച എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഒരു വലിയ വീഡിയോ വരുന്നുണ്ട്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ നോക്കണം, എന്നാലേ ഈ ചാപ്റ്റർ അങ്ങ് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിലെ നോട്ടോ പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ ആകുമ്പോൾ സംഗതി സെറ്റ്. അപ്പം മനസ്സിലായി, ഉപകാരപ്പെട്ടു, റെഡിയായി എന്ന് വിചാരിക്കണു മക്കളെ. ഇതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം. ഇങ്ങനെ പഠിക്കണം നിങ്ങൾ, എന്നാലേ നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന, മാത്സ് എളുപ്പമുള്ള ഇഷ്ടമുള്ള ഒരാളായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ അടുത്ത ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഫുള്ള് എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഒരു വലിയ ലെങ്തി വീഡിയോ ആയിരിക്കും. അതും കൂടെ കഴിയണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ടാറ്റ, ബൈ ബൈ.